സ്വാഗതം ഈ വ്ളോഗിലേക്ക്. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഫോഗിൽ കുറച്ച് നടത്താം, കുറച്ച് സംസാരം, കുറച്ച് കുക്കിംഗ്. അപ്പോൾ പോയാലോ? ഇന്നലത്തെ ഫ്രീസിങ് റെയിൻ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. ഇന്നലത്തെ പോലെയല്ല ഇന്ന്. നല്ല ഫോഗ് കാണാം. ഞങ്ങളുടെ ഇവിടുത്തെ കണക്കിന് ഇത് സഹിക്കബിൾ തണുപ്പാണ്. ഡിസംബറിൽ ഇത് കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും കാണാൻ ഭംഗിയില്ലേ? ഈ മരങ്ങളിലെല്ലാം നിറയെ കിളിക്കൂടുകളുണ്ട്. ഇപ്പോൾ രാവിലെ 8 മണി ആന്നേ ഉള്ളൂ. ഭരതനാട്യം ക്ലാസ്സസ് ഇന്ന് പതിവില്ലാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ഫ്രഷനപ്പ് ചെയ്തേക്കാം എന്നൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാം ഇവിടുത്തെ ഫോഗി മോർണിംഗ്. ഇങ്ങോട്ട് പോയാൽ മെയിൻ റോഡാണ്. അതിനുള്ള സമയം എനിക്കില്ല, അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക്. വേറൊരു കാറ്റത്തെ കിളിക്കൂട്. പലയിടത്തും ഇങ്ങനത്തെ ഊഞ്ഞാലുകളും ഇങ്ങനത്തെ സ്വിങ്ങൊക്കെ എന്തൊക്കെയോ കേട്ടോ അല്ലേ. അവിടെ കുട്ടികളുണ്ടെന്നും അവർ പലപ്പോഴും നല്ല ആടുന്ന് കാണാറുണ്ട്. എപ്പോഴും ക്യൂട്ടാണ് ഊഞ്ഞാലുകൾ. ഇന്നും ഒരു പാർക്കിൽ പോയാൽ ചിലപ്പോൾ കുട്ടികളെ കാണാൻ കൂടുതൽ ഞാനായിരിക്കും ആദ്യം ഊഞ്ഞാല് കയറുക. അത്രയ്ക്കൊരു ഫാസിനേഷനാണ് ഇപ്പോഴും ഊഞ്ഞാൽ. ഇന്നൊരു നടത്തം നടക്കണമെന്ന് പ്ലാൻ ചെയ്തതാണ്. പ്ലാൻ ചെയ്തത് 2 മണിക്ക് മുമ്പാണെങ്കിലും ഇപ്പോഴാണ് നടക്കാൻ പറ്റിയത്. രാവിലെ നല്ല ഭാഗമായിരുന്നു, ഉക്കരം ഭാഗമായിരുന്നു, കാണാൻ ഭംഗിയായിരുന്നു. ഭാഗം കുറച്ചുകൂടെ കാണാം. പക്ഷേ 10 മണിയായി. നല്ല വെതറുള്ള സമയത്ത് ഞാൻ അവിടെ കൂടെ നേരെ നടക്കും. പിന്നെ ഇന്ത്യയെ പോലെ അല്ല, ഡെഫിനറ്റ്ലി ഇത് നമുക്കെന്താ പറയുക, നടക്കാനുള്ളവർക്ക് വളരെ ഫ്രണ്ട്ലി ആയ സ്ഥലം തന്നെയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. അത് നമ്മൾ വെസ്റ്റിലേക്ക് വരുമ്പോൾ ക്ലിയറായിട്ട് കാണാം. നടക്കുന്നവർക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. അതിപ്പോൾ കാനഡയാണെങ്കിലും യൂറോപ്പാണെങ്കിലും എവിടെ പോയാലും നമുക്കത് കാണാം. അത് ഏറ്റവും ഇല്ലാത്ത സ്ഥലം ഇന്ത്യ തന്നെയാണ്, അല്ലെങ്കിൽ ഏഷ്യ പൊതുവെ. ഞാൻ ഏഷ്യയിൽ വേറെ അധികം പോയിട്ടില്ല, അതറിയില്ല. പക്ഷേ യൂറോപ്പിലും കാനഡയിലും US-ലും അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. നമുക്ക് ധൈര്യമായിട്ട് നടക്കാം. നല്ല നമ്മുടെ ഫുട്പാത്ത് എന്ന് കൊണ്ട് പറയുന്ന സൈഡ് വാക്ക്. ഇപ്പോൾ ഫുട്പാത്തൊക്കെ ഇപ്പോൾ എല്ലാവരും സൈഡ് വാക്ക് എന്നായിരിക്കും പറയണം അല്ല ഇന്ത്യയിലും. കാരണം നമ്മളെല്ലാം നമ്മുടെ വേർഡ്സ് എല്ലാം മാറിയല്ലോ. പണ്ട് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എലിവേറ്ററായി, അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് തരുമെന്ന് ചോദിക്കുന്നത് റൈഡായി. അപ്പോൾ എല്ലാം അമേരിക്കനൈസ്ഡ് ഇംഗ്ലീഷ് ആയല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ. പണ്ട് നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ. 2 പേര് നടക്കാൻ ഇറങ്ങിയിരിക്കുക ഫ്രണ്ട്സായിട്ട്. തിരിച്ചൊരു റൗണ്ട് നടന്നാൽ 10 മിനിറ്റിൽ വീട്ടിലെത്തും മാക്സിമം. പിന്നെ ഞങ്ങൾ വെക്കേഷനൊക്കെ, അതായത് ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ തണുപ്പ് സഹിച്ച് അതിൽ കൂടെ നടക്കും. ഇപ്പോൾ എൻ്റെ ആവശ്യമില്ലല്ലോ, അതിന് പകരം വീട്ടിൽ പോയിരിക്കാം. ക്രിസ്മസ് ഓർണമെൻറ്റ്സ് സാന്റാക്ലോസ് ഡീഫ്ലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. സമയത്ത് നല്ല ഫയർ വർക്ക്സ് കാണാം. ഈ നെയ്ബർഹുഡിലുള്ള ഇഷ്ടം പോലെ ഫയർ വർക്ക്സ്. എന്തു പറഞ്ഞാലും ശരി, ഇന്ത്യക്കാരെക്കാളും വളരെ പേട്രിയോട്ടിക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അമേരിക്കൻസ്. അത് അതിൻ്റെ പാർട്ടിയൊന്നുമില്ല. നല്ല കാറ്റിരിക്കണം, കാറ്റ്, മരത്തിൻ്റെ ഇല ആടുന്നുണ്ട്. ഇതും ഒരു മേപ്പിൾ ട്രീ ആണ്. ഇപ്പോഴും എല്ലാം നിറയെ നിൽക്കുന്നു. അത്ഭുതം തന്നെ. എല്ലാവരും ഐസ് സ്റ്റോമൊക്കെ വന്ന്, അത്രമാത്രം വന്നില്ല. മുമ്പൊക്കെ വന്നത്
കാണാൻ നല്ല ഭംഗിയായിരുന്നു ആ പച്ച ഐസിക്കിളൊക്കെ. പക്ഷെ പവർ ഔട്ടേജ് വന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ഇതുപോലെ ബ്ലിസേർഡ് വന്നിട്ട് ബാർബക്യൂ ഗ്രില്ലിൽ ഞങ്ങൾ ചോറും ദാലും വെച്ചൊരു സമയമുണ്ടായിരുന്നു. അങ്ങനെയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ബ്ലിസേർഡിലാണെങ്കിൽ നമ്മുടെ ഡോറിൻ്റെ മുമ്പിലൊരു വാള് പോലെ സ്നോ. അവിടെ ഞങ്ങൾക്ക് എത്താൻ പോലും പറ്റില്ല, കാരണം തുറന്നു കഴിഞ്ഞാൽ സ്നോ അകത്തോട്ട് വീഴും. അപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ ഗരാജിൽ തുറന്ന് ഗരാജിൽ കൂടെ ഷവൽ ചെയ്ത് ക്ലിയർ ചെയ്ത്, കാരണം 3 അടി 4 അടി സ്നോ ആണ്. അപ്പോൾ അവിടെ കൂടെ ഇങ്ങനെ ശരിക്കും വഴി വെട്ടി വന്ന് ഡോറ് വരെ എത്തി ആ സ്നോ മാറ്റി, വാളിൽ നിൻ്റെ മുമ്പിൽ നിന്നെല്ലാം മാറ്റി. കുറേ കൊല്ലമായി ഇപ്പോൾ. ഭാഗ്യത്തിന് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഡോറിൻ്റെ മുമ്പിൽ, കാരണം കാറ്റടിച്ചിട്ടാണെന്ന് ഡോറിൻ്റെ മുമ്പിലെത്തിയത്. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും വരും ചിലപ്പോൾ. കേൾക്കാമോ ഒരു ബെഞ്ചായും? ഇത് രസമല്ലേ? എത്ര തണുപ്പുണ്ടെങ്കിലും ഒരു കാറ്റടിക്കുമ്പോൾ ബെഞ്ചായി നിൽക്കുമ്പോൾ ഒരു സുഖം. ഈ കിളികളെ കാണുന്ന പോലെ, നമ്മുടെ ചെറിയ കുരുവികളെ കാണുന്ന അതേ സന്തോഷമാണ് ഇതിലൊരു ശബ്ദം കേൾക്കുമ്പോൾ. കാരണം ആകെ ഇതുപോലെ മരവിച്ചിരിക്കുകയല്ലേ, അപ്പോൾ എന്തോ ഒരു ഫ്രഷ്നെസ് തരും നമുക്ക്. അതാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞ അമേരിക്കൻസിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം. കാരണം സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരു സർവൈവൽ സ്കിൽ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ സീസണല്ല. ഓക്കെ, ഇന്ത്യൻസിന് സർവൈവൽ സ്കിൽ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഇന്ത്യൻസിൻ്റെ സർവൈവൽ സ്കില്ല് വേറെ ആർക്കും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എവിടെ കൊണ്ടിട്ടാലും നമ്മൾ മാക്സിമം അതിനെ അഡാപ്റ്റും ചെയ്യും. നമ്മുടെ കാര്യങ്ങൾ ആരെയും ഇമ്പോസ് ചെയ്യിപ്പിക്കില്ല. നമ്മൾ നമ്മുടെ പാട്ടിന് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് അതേസമയം ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാതെ, അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് പൊതുവെ ശരിക്കുള്ള ഇന്ത്യൻസ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊരാളെ കാണിച്ചു തരാം. ഞാൻ ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് തന്നെ ഇവിടെ ഒരു ഡോഗുണ്ട്. എനിക്ക് ആദ്യം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആദ്യം അവനാണോ അവളാണെന്നറിയില്ല, പിന്നെ മനസ്സിലായി അവളാണെന്ന്. സാധാരണ നല്ല കുറയാണ്. എന്തോ അങ്ങനെ സൈഡിൽ കൂടെ ബാക്കിൽ പോയി. ഇനി ഒന്ന് കുറയ്ക്കാമെന്നറിയില്ല. അയ്യോ, വളരെ ജെൻറ്റിലായിരിക്കുന്നു. അസാധ്യ കുറയാണല്ലെങ്കിൽ. ഇന്ന് വൈകിട്ട് ചപ്പാത്തിയും ഒരു കോളിഫ്ലവർ കറിയും. എനിക്കപ്പോൾ തോന്നിയൊരു റെസിപ്പി, അങ്ങനൊരു തട്ടിക്കൂട്ട് കറി. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ ഒട്ടും മോശമില്ലാത്തൊരു കറിയായി. ഞാൻ കുറച്ച് നേരത്തെ കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഈ ചപ്പാത്തിയും ആ കറിയും കൂടെ കഴിക്കുകയും ചെയ്തു. ഭരതനാട്യം ക്ലാസ്സസ് നിറയുള്ളൊരു ദിവസമാണ്. കുറച്ച് ബിസി ആയിട്ടുള്ള വൈകുന്നേരങ്ങളാണ്. വൈകുന്നേരത്തിലേ വരാൻ പറ്റും, എല്ലാം സ്കൂളിൽ പോകുന്ന കുട്ടികളല്ലേ. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഏറ്റവും കുറുമ്പികളായ കുട്ടികൾ ക്യാമറ കണ്ടത് എക്സ്പ്രഷൻ മാറി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.